അതെ, അവിടെ വന്ന് എനിക്കെന്ത് തരും? അപ്പൊ എനിക്കിപ്പോ ഒരു ഉമ്മത്ത്. ഓ, അതവിടെ നേരിട്ട് വരുമ്പോഴല്ല, ഫോണിൽ കൂടെ തരാം. ഓക്കെ. ഇപ്പൊ ഒരു ഉമ്മത്താ അറിഞ്ഞൂടെ? ഇപ്പൊ ഒരു ഉമ്മത്ത. ഇറങ്ങി പോടാ. എനിക്ക് തൊള്ളാൻ്റെ സ്ഥലം ഇത് പാക്ക സാധനവും മണിക്കൂല. എന്നിട്ട് വീട് ഇരുന്നിട്ട് പെണ്ണുങ്ങൾ സോണ്ടല്ലേ. ഒരു മിനിറ്റ്. ഇതൊക്കെ പറിച്ചു കൊടുക്കുന്നു. ചേട്ടാ നമസ്കാരം. ഈ സ്തുതി അത് ഇടിയില്ല. അതല്ലേട്ടാ, ഞങ്ങളെ ഒരു കല്യാണാലോചനയായിട്ട് വന്നാ. ഇപ്പോൾ ഇവിടെ അടുത്ത് സ്തുതി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, ആളെ പറ്റി അറിയോ? എനക്കറിയില്ല ചേട്ടാ. ഇപ്പൊ 1 മാസം മുന്നേ ദുബായിൽ നിന്ന് വന്ന പുള്ളിയില്ലേ? എനിക്കറിയില്ല എന്ന് പറഞ്ഞാ പിന്നെ ചോദിച്ചോണ്ടിരിക്കുന്നെന്ന്. എനിക്കറിയില്ല. അതന്നെ ഇയാളെ മോളാണ്. ചേട്ടാ ശരിക്കും ആലോചിച്ചേക്ക്. എന്തെന്ന് ശരിക്കും ആലോചിക്കണ്ടേ? നീ ഒരു പോയ കേട്ടാ. നല്ല ചൂടിലാണല്ലോ. ആരാ പോയത്? എനിക്ക് കല്യാണ കച്ചവടമൊന്നുമില്ല. അല്ല, ഓരാരെയാ ചോദിച്ചിന്? നമ്മളെ സ്തുതിനാന്ന്. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ അറിയില്ല പറഞ്ഞു. അതെന്താ സുധീ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ സഹദേവൻ പോലീസില്ലേ? ആ ഓന്റെ മോന്റെ പേരെന്ന് സുബീഷ്. സുബീഷ്. ആ ഓനെ കുറിച്ച് ഓന്റെ പെണ്ണാലോചിച്ച് വന്നവര് എന്നോട് ചോദിച്ചു എന്താന്ന്. ഞാൻ ഒരു പെണ്ണെങ്കിൽ രക്ഷപ്പെടണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓന്റെ ഉള്ളിലെ കള്ളൂടിയനാന്ന് എല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റുമോ? ആ പെണ്ണെങ്കിൽ രക്ഷപ്പെട്ട് ഞാൻ വിചാരിച്ചു. പക്ഷെ ഓനാളെ ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ആദ്യത്തെ ദിവസം തന്നെ ഓള് ഈ കല്യാണം മുടക്കാൻ ശ്രമിച്ചത് രാഘവേട്ടനാന്ന് ഓനോട് പറഞ്ഞു. ആ ഓൻ രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കാതെ വന്നിട്ട് അതിന്റെ അകത്ത് കയറി എല്ലാം വലിച്ചു വാരി കളഞ്ഞ് എല്ലാം ഇത്രയാന്ന് നഷ്ടം അരണി എല്ലാം പൊട്ടിപ്പൊഴിഞ്ഞ് അവസാനം ഞാൻ ബോധം കെട്ട് വീണ പോലെ കിടന്നു. രാത്രി 12 മണിക്കാ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയത്. അതെ, 12 മണിയായി. എന്റെ മുണ്ട് ഒരെടുത്തോണ്ടേ നായിന്റെ പോയ. അതിനുശേഷം സത്യം പറയല് ഞാൻ നിർത്തി. മറ്റൊരു കഥ വെക്കണമെങ്കിൽ എന്ത്? നമ്മളെ മന്മഥനില്ലേ, മന്മഥന്റെ മോള് സുമിത്രക്ക് ഒരു ആലോചന വന്നു. അപ്പൊ പ്യാരിന്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് മന്മഥൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല സ്വഭാവം, എല്ലാം മിടുക്കല്ലേക്കാനാന്ന് പറഞ്ഞു. ആ കല്യാണം നടന്നല്ല. ഓരോമ്മലിപ്പോ എന്തോ പ്രശ്നത്തിലൊക്കെയാണല്ലോ. അതെ, അതുകൊണ്ട് മന്മഥൻ വന്നിട്ട് എന്റെ പീടിയ പൊളിക്കുന്നു പറഞ്ഞു. എല്ലാം തച്ച് തകർത്ത് നിങ്ങൾ ഇവിടുന്ന് ഓടിക്കുന്നു പറഞ്ഞു. അതിനുശേഷം ഉണ്ടല്ല, ഞാൻ ഈ കല്യാണക്കാര്യം ചോദിച്ചു വന്ന ആരോടും ഞാനൊന്നും പറയില്ല. ഒരു ഡൈവേഴ്സിന്റെ വക്കത്താണ് കേൾക്കണത്. ഇപ്പൊ ആ കേസ് കോടതി കിടക്കല്ലേ. സത്യശീലൻ അവരെ വക്കീല്. സത്യശീലൻ ആദ്യം പറഞ്ഞാല് സത്യശീലന്റെ അടുത്ത് ഈ മന്മഥൻ കൗൺസിൽ ചെയ്യണം ഇവ രണ്ടാളെയും എന്നിട്ട് കൗൺസിൽ ചെയ്യാൻ വേണ്ടിട്ട് സത്യശീലന്റെ അടുത്ത് കൊടുത്തിട്ട് അതിനുശേഷം തന്നെ അവരുടെ കീരിയും പമ്പ് പോലെ ഒരു രക്ഷയുമില്ല. അവിടെ സുമിത്രക്ക് ഒരു മോളുണ്ടല്ലോ, അതിന് 4 വയസ്സായി. അപ്പൊ അതിനൊന്ന് അംഗൻവാടിയിലേക്ക് കിട്ടണോ? അംഗൻവാടിക്ക് പിള്ളേരെ പിടിക്കണം. പിന്നെ പിടിക്കണ്ടേ, അല്ലെങ്കിൽ പ്ലേ സ്കൂളുകാരും ഉണ്ടായിക്കാളൂ. എന്റെ സൂറ അടിപൊളിയായിട്ടല്ലേ അംഗൻവാടി നടത്തുന്നത്. അപ്പൊ അവിടേക്ക് കുട്ടികളെ എത്തിച്ചു കൊടുക്കണം. അവളേ ഞാനൊരു 4 മുട്ടായി എടുക്കണ്ട്. കുട്ടികളെ കയ്യിലെടുക്കാനേ ഇതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളാണ്ട് വീഴൂ കേട്ടോ. നോട്ടെ, ഇതിന്റെ പേരിൽ എഴുതി കളിട്ടോ. ഞാൻ പോയിട്ട് വരാം. ശരി എന്നാ. അതിന്റെ പൈസയും പോയി. നമ്മക്ക് ഇതിങ്ങനെ എല്ലാരും വരുന്നെല്ലാം പറക്കി കൊണ്ടുപോലും അവസാനം നമുക്ക് അടിയും കുത്തും തള്ളും പൊളിക്കലും. എന്തിനു തേടിയിരിക്കുന്നത് കൂട്ടി കാശിക്കാരും പോകാൻ തോന്നുന്നു. കഴുതകൾ കറണ്ട് ബില്ല് കൊണ്ട് വെച്ചേക്കണണ്ടില്ലേ? സിഗരറ്റ് കുറ്റി ചുരുട്ടി വെക്കും പോലെ ചുരുട്ടി കറണ്ട് ബില്ലിന് കുറവില്ല. ആരോട് പറയാൻ? ഇവിടെ ഉള്ള ഒരെണ്ണത്തിന് ഉത്തരവാദിത്വമല്ലേ. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കൂ. വണ്ടി കഴുകി കഴിഞ്ഞാൽ അപ്പൊ പെയ്യും മഴ. അതുവരെ മഴയ്ക്ക് പെയ്യണ്ട.
അല്ലെങ്കിൽ ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴുക്കിയേ ഒരെണ്ണത്തിനും ഒന്നിനും വയ്യ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം, എന്റെ കൈ പോണം. എന്റെ കാലം കഴിഞ്ഞാ പിന്നെ അതെന്ത് ആരോടെ വർത്താനം പറയണേ? ഓ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണേ, എല്ലാത്തിനും എന്റെ കൈ എത്തണം. അല്ല അപ്പൊ സുമിത്രയുടെ അത് കെട്ടിപ്പൂട്ടിയൊക്കെ അകത്തിരിപ്പുണ്ട്. കെട്ടിപ്പൂട്ടിയിരിക്കേ? ആ രാഘവനുണ്ടല്ലോ, അയാൾ ഒറ്റൊരുത്തൻ കാരണമാണ് എന്റെ മോക്ക് ഗതി വന്നത്. അന്നാ കല്യാണാലോചന വന്നപ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ആ ചെക്കൻ എന്ന് ചോദിച്ചു. പറഞ്ഞു ഒന്നും നോക്കണ്ട മന്മത, കൈ പിടിച്ചങ്ങ് കൊടുത്തോ, അല്ലെങ്കിൽ ഒരു വാക്ക് പറയണ്ടേ. നോക്കണ്ടാന്ന് ഇപ്പൊ ഓളെ യോഗ അതേക്കിപ്പോ, അല്ലാണ്ട് എന്താ പറയാ? ഇനിയിപ്പം രാഘവനെന്തിനു കുറ്റം പറയണ? മറ്റേ ജാതകം നോക്കിയ കണിയാറുണ്ടത് കിട്ടും. കണിയാൻ 10-ൽ 10 വരുത്തോ ഒക്കെ കാശ് കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇറങ്ങിയ എന്ത് ചെയ്യും? എന്റെ കൊച്ചിന്റെ ഭാവി പോയില്ലേ? സുമിത്രേ വാ. ഇതിപ്പോളേ അന്റെ മോളും പ്യാരിയും മാത്രമൊന്നല്ല പ്രശ്നം, എല്ലാ കുടുംബത്തിലും ഉണ്ട് ഈ പ്രശ്നം. എന്റെ മോളെ ജീവിതം പോയില്ലടോ. നോക്കണ്ടെന്ന് ആ കൊച്ചിന് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയാം. സുമിത്രേ, എടാ മോളെടാ കുഞ്ഞോള് അവളിതേ അകത്തിരുന്ന് കളിക്കുന്ന. അപ്പളേ ഞാൻ വന്നെന്തെന്നറിയോ മന്മേട്ടാ, മോളെ നമുക്ക് അംഗൻവാടി ചേർക്കണ്ടേ? എന്തിനു നോക്ക് പഠിക്കണ്ട? അപ്പൊ ഇവിടെ പഠിച്ച ഓർണത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? അതിപ്പോ വീടിനകത്തിരിക്കല്ലേ കെട്ടിപ്പൂട്ടി. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ആ കുട്ടീനെ പഠിപ്പിക്കാണ്ടൊക്കെ പഠിപ്പിക്കുകയൊക്കെ വേണോ? എന്റെ സൂറ നടത്തണ അംഗൻവാടിയിൽ കൊണ്ട് ചേർത്തണോ? ഓള് ഉസാറായിട്ട് നോക്കിക്കോളും മോളെ. അതിനേ എന്താ മാണ്ടി വെച്ചാൽ നിങ്ങള് ആധാർ കാർഡ് എനിക്ക് തരണോ ഓളെ? അയ്യോ, അതിന് ആധാർ കാർഡ് എടുത്തിട്ടില്ല. ആധാർ കാർഡ് എടുത്തില്ല ഇതുവരെ മോൾക്ക്? ആധാർ കാർഡ് എടുക്കണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വേണ്ടേ? ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? 4 വയസ്സായാലും കുട്ടിക്ക്. മൊയ്തു അതൊക്കെ മേടിക്കണമെങ്കിൽ കൊച്ചിന് പേരിടണ്ടേ? അപ്പൊ ഇത്രയും കാലമായിട്ട് കുട്ടിക്ക് ഒരു പേരിടാൻ പറ്റിയില്ലെങ്കിൽ ഇതുവരെ? പേരൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് മൊയ്തു. പക്ഷെ പേരിടാൻ ആ താൻ തോന്നി തന്ത സമ്മതിക്കണ്ടേ? ശരി, എന്നാ പിന്നെ തന്ത ഇഷ്ടമുള്ള പേരിടട്ടെ. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. എന്റെ കൊച്ചിന് പേരുണ്ട്, അവന്റെ തന്തയ്ക്ക് ഇട്ട് കൊടുക്കും. നിങ്ങൾ പേരിടുന്നേക്ക് പോന് ദോശോ ഓളിട്ടിട്ട് ഒരു പേര് ഇക്ക, ഞാൻ പേരിടുന്നതാണ് പ്രശ്നം. ഓ ഇജിടുന്ന പ്രശ്നം. എന്തായാലും ഞങ്ങളിപ്പോ കൊച്ചിനെ കിങ്ങിണിന്ന് വിളിക്കുന്നുണ്ട്, അത് മതി. അത് മതി. ഇതിപ്പോ ഓനിടുന്ന പേര് നിങ്ങൾക്കും പറ്റൂല, നിങ്ങൾ ഇടുന്ന പേര് ഓനും പറ്റൂല. ഇപ്പൊ കുട്ടിക്ക് ഒരു പേര് വേണ്ടെന്ന് നിങ്ങൾ വീട്ടിൽ കിങ്ങിണിന്ന് വിളിക്കണ പോലെ. അപ്പൊ പുറത്തിറങ്ങിയ കുട്ടീനെ ആൾക്കാരെന്താ വിളിക്കുക? പണ്ടത്തെ കാലല്ലട്ടോ. ഈ ജനന സർട്ടിഫിക്കറ്റിൽ പേരില്ലെങ്കിൽ ആകെ കുലുമാലാവും. ഞാൻ പറഞ്ഞുതരാ. പിന്നെ ആധാർ കാർഡിലേക്ക് കുട്ടിക്ക് ഒരു ആനുകൂല്യം കിട്ടൂല. നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ ഉടക്കൊന്നും കുട്ടീനെ ബാധിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് മോക്ക് കൊടുക്കണേ, ഞാൻ തന്നാർന്നിട്ട്. പിന്നെ സൂര്യൻ അംഗൻവാടി തന്നെ ചേർക്കണം. പെട്ടെന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ടേ ആ ജനന സർട്ടിഫിക്കറ്റുള്ള പണി നോക്കി. ഇങ്ങനൊന്നും ആയാൽ ശരിയാവില്ല കേട്ടോ. ഇജൊന്ന് ഉസാറാവ്. എന്നാ ശരി, ഞാൻ പോണു. എന്ത് ചോദിച്ചാ വഴിയുണ്ടാക്കാം. നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കി. എന്തേ സാർ, ഇത് എന്റെ മോളാ. എന്റെ മോളാ. അപ്പൊ ഇവിടെ കുട്ടിയെ പേര് ചേർക്കാൻ വേണ്ടിട്ടുള്ള അപേക്ഷയാണിത്. രജിസ്റ്ററിൽ പേര് ചേർക്കാനല്ലേ? അതെ. ഇതിൽ അച്ഛന്റെ ഒപ്പില്ലല്ലോ. അച്ഛൻ ഒപ്പിടുന്നത് അറിയില്ലായിരുന്നു സാറേ. ഞാൻ ഇട്ടുതരാം. നിങ്ങളുടെ മോളല്ലേ ഇത്? അതെ എന്റെ മോളെ. ഏത് കുട്ടിക്കപ്പൊ പേരിടണേ? അത് വെള്ള കുട്ടിക്കാ. അപ്പൊ അതുകൊണ്ടായിട്ട് നിങ്ങൾ ഒപ്പിട്ടാ പറ്റൂല. അപ്പൊ ഞാനുണ്ടായിട്ട് അല്ല, അച്ഛന്റെ ഒപ്പ്. നിങ്ങൾ ഈ കുട്ടർ അച്ഛനല്ലേ? അതെ. നിങ്ങളുടെ കുട്ടർ അച്ഛനെവിടെ? അച്ഛനില്ല സാർ. അച്ഛനില്ല. മരിച്ചോ? അതല്ല, ഇവരിപ്പോ ഏതാണ്ട് ഡൈവേഴ്സിന്റെ ഞങ്ങളുടെ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുക. അതെ സാർ. അതെ സാർ, ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാതെ സാർ ഇതൊന്നും. അല്ല, അതല്ല പറഞ്ഞപ്പോ ഡിവോഴ്സിന് ആയിക്കോട്ടെ, നിങ്ങള് ഡിവോഴ്സ് ഇപ്പൊ അതെന്താണെങ്കിൽ ആയിക്കോട്ടെ. ഇപ്പൊ ഈ കുട്ടറെ പേരൊന്നും ഇത് ചേർക്കാൻ വേണ്ടിട്ട് അയാളുടെ അടുത്ത് ഒരു ഒപ്പ് മേടിച്ചാൽ മതിയല്ലോ. അയാൾ ഇട്ട് തരില്ല സാർ. അതെന്താ? കൊച്ചിന് ഞങ്ങള് കുറെ പേരെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അയാള് പറഞ്ഞ പേര് കൊച്ചിന് ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരേ പിടിവാശിയാണ്. അപ്പൊ അത് ഇടണോ? അതിനെന്താ ഇപ്പൊ? അത് എന്റെ കുട്ടിക്ക് ഇടാൻ പറ്റിയ പേരല്ല സാറേ. എന്താ കുട്ടികൾക്ക് ഇടാൻ പറ്റാത്ത പേരാ? സാറേ, അതൊരു വൃത്തിയിട്ട പേരാണ്. എന്ത് പേരത് വൃത്തിയായിട്ടത്? ജമന്തി. ജമന്തിന്നോ? എങ്ങനെ വൃത്തിയായിട്ട്? നല്ല പേരല്ലേ, നല്ല മണമുള്ള പേര്, പൂവിന്റെ പേരല്ലേ സാർ? വിഷയം അതല്ല സാർ. എന്റെ ഭർത്താവും ഭർത്താവിന്റെ പഴയ കാമുകിയും കൂടെ അവർക്ക് ഇടാവണ കുട്ടിക്കിടാൻ വെച്ചിരുന്ന പേരാണത്. ആ പേരിട്ട് എന്റെ കൊച്ചിനെ വിളിക്കണ എനിക്ക് ഇഷ്ടമല്ല സാറേ. ഇപ്പം ഇവളുടെ കുട്ടിക്ക് പേരിടണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവളെ ഭർത്താവും അവളും കൂടെ തീരുമാനിച്ചിടേണ്ട പേരിലിടാം. അല്ലാതെ അവളുടെ കാമുകിയും അവനും കൂടെ ആലോചിച്ച പേര് ഞങ്ങളെ കൊച്ചിനെ എങ്ങനെ ഇട്ട് വിളിക്കും സാറേ? ഈ കാമുകിയുടെ പേരെന്താണ്?
ദമയന്തി. ദമയന്തിയും ജമന്തി ആനയാടും തമ്മിലുള്ള വ്യത്യാസമല്ലേ? അതിനിപ്പോ എന്താ കുഴപ്പം? സാറേ എന്നാലും അവര് തീരുമാനിച്ചു വെച്ച പേര് ഞങ്ങളെ കൊച്ചിന് ഇടണ്ട. അതെ, എനിക്കിപ്പോ ഈ വാശിയുടെ പിന്നാലെ നടക്കാനൊന്നും നേരിലേക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ഞാൻ പറയണ കാര്യം എത്ര ഉള്ളൂ, ഈ കുട്ടിക്ക് പേരിടണ വെച്ചാൽ ആ കുട്ടിയുടെ മാതാപിതാക്കള് ഈ സത്യവാങ്മൂലത്തിൽ ഒപ്പിടണം. ആ ഒപ്പ് ഇപ്പൊ ഇതിലില്ല. അപ്പൊ നിങ്ങൾ ഈ കാര്യം പറഞ്ഞ അയാളെ കൊണ്ട് ഈ ഒപ്പിടിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ പറയണ പേരിൽ നിങ്ങൾ ഒപ്പിടുക. ഇത് ഏതെങ്കിലും ഒരു പരിപാടി ഇപ്പൊ ഇതിൽ നടക്കുള്ളൂ. അല്ലാണ്ട് പിന്നോട് ഇപ്പൊ ഇതൊന്നും ഈ കഥയൊന്നും വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.